സർവതല സ്പർശിയായ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ കൊണ്ട് നിറഞ്ഞ എന്നാൽ രാഷ്ട്രീയ മണ്ഡലത്തിലേറെ വിമർശനങ്ങൾ നേരിടുന്ന ഇന്നത്തെ ബജറ്റിനെ സമൂഹം അവലോകനം ചെയ്യുന്നത് എന്താണ്? തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനങ്ങൾ മാത്രമാണോ ഇന്ന് നടന്നത്? പൊതുജനാഭിപ്രായം കേട്ടുവരാം. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നിരവധിയുണ്ട് സംസ്ഥാന ബജറ്റിൽ. ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കണ്ണൂരിലെ ജനങ്ങളുടെ ഉത്തരങ്ങൾ ചോദിക്കാം. ജനപ്രിയ ബഡ്ജറ്റാണ്. ഇതിൽ ഒന്നും പേടിക്കണ്ട. ഈ സർക്കാർ എന്നും ജനങ്ങളെ കൂടെ ഉണ്ടായിട്ടുള്ളൂ. ഇവരെ വരിച്ചതിൽ പറഞ്ഞതെല്ലാം പ്രാബല്യത്തിലാക്കിയിട്ടില്ലേ? അതുമാതിരി തന്നെ ഇത് ആക്കുമെന്ന് വിചാരിച്ചിരിക്കാം. താൽക്കാലികമായിട്ടുള്ളൊരു തട്ടിപ്പാണ്. ജനങ്ങളുടെ അടുത്ത് എങ്ങനെ വോട്ട് പിടിക്കാൻ പറ്റും? മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് അങ്ങനെ ചെയ്യുമോ? ഇല്ലല്ലോ. ഇടതുപക്ഷത്തിൻ്റെ ആയാലും വലതുപക്ഷത്തിൻ്റെ ആയാലും ബജറ്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് സുതാര്യമായിരിക്കും. 10 കൊല്ലം പറഞ്ഞത് നടപ്പിലാക്കിയല്ലോ, ഇതും നടപ്പിലാക്കും. നല്ല ബഡ്ജറ്റ് ആണ്. കുഴപ്പമില്ല, സാധാരണക്കാർക്ക് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തല്ലോ, അപ്പം തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുള്ള ബഡ്ജറ്റ് ആയിരിക്കും തന്നെയാണ് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇത്രയും വർഷമായിട്ടുള്ള സർക്കാർ ദീർഘവീക്ഷണമുള്ള ബജറ്റ് തന്നെ അവതരിപ്പിക്കുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബജറ്റ് എന്നതാ ജനങ്ങൾക്ക് വല്ലതും കിട്ടണ്ടേ? ജനങ്ങൾക്ക് ആരാ എന്നാ ചെയ്തിരിക്കുന്നത്? ഒരു കുന്തവും ചെയ്തിട്ടില്ല. ബജറ്റിനെ പറ്റി കേട്ടില്ല. കേട്ടാലും ഗുണമുണ്ടാവും തോന്നില്ല. അടുത്ത വർഷമല്ലേ അവർ വല്ലതും കൊടുക്കുമോ? എന്നേലും ജനങ്ങൾക്ക് പ്രയോജനമുള്ള എന്നേലും ഉണ്ടെങ്കിൽ കൊള്ളാം. എന്ത് നല്ല കാര്യം ചെയ്താലും ഉടനെ ഇലക്ഷന് വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇന്നിപ്പം നമുക്കിപ്പം കിട്ടാവുന്നതിൽ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ LDFിൻ്റെ ഈ ഭരണം കൊണ്ട് ജനങ്ങൾക്ക് കേരളത്തിന് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുള്ളൂ. ഇതിപ്പോൾ എല്ലാ വർഷമുള്ള ഒരു നാടകമല്ലേ. എന്തെങ്കിലും ബഡ്ജറ്റ് പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ടോ? ബജറ്റ് പ്രഖ്യാപനങ്ങൾക്ക് പിന്നിൽ വോട്ടിന് വേണ്ടിയുള്ള ലക്ഷ്യമെന്നും അല്ലെന്നും അഭിപ്രായമുണ്ട് കണ്ണൂരിലെ ജനങ്ങൾക്ക്. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.